നമസ്കാരം. ഇന്ത്യയിൽ ഇനി സെൻസസിൻ്റെ കാലമാണ്. കേരളത്തിലും സെൻസസ് എത്തുകയാണ്. ആദ്യഘട്ടം സെൽഫ് എന്യൂമറേഷനോടെ ജൂൺ 16 ആരംഭിക്കുന്നത്. വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാനുള്ള സമയം ജൂൺ 16 മുതൽ 30 വരെയാണ്. ആദ്യഘട്ടത്തിൽ ഭവന സെൻസസിനുള്ള ചോദ്യങ്ങളിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിലൂടെ ഉത്തരം നൽകാം. ഒരു രേഖയും നൽകേണ്ടതുമില്ല. സെൽഫ് എന്യൂമറേഷൻ ചെയ്താലും ഇല്ലെങ്കിലും എന്യൂമറേറ്റർമാർ വീട്ടിലെത്തും. പോർട്ടലിൽ നൽകിയ വിവരങ്ങളിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അപ്പോൾ തിരുത്താനും കഴിയും. ജൂലൈ 1 മുതൽ 30 വരെ വീടു കയറിയുള്ള വിവരശേഖരണമാണ്. ഓരോ വീട്ടിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ, ആസ്തികൾ തുടങ്ങി 30ഓളം ചോദ്യങ്ങൾക്കാണ് അപ്പോൾ ഉത്തരം നൽകേണ്ടത്. ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയുടെയും സാമൂഹിക സാമ്പത്തിക വിശദാംശങ്ങൾ എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ നൽകേണ്ടത്. ജാതി തിരിച്ചുള്ള സെൻസസും ഇക്കുറി നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായാണ് ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് നടക്കുന്നത്. ഇത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. സെൻസസിനായി നൽകുന്ന വ്യക്തിവിവരങ്ങൾ രഹസ്യമായാണ് സൂക്ഷിക്കുന്നത്. വിവരാവകാശ അപേക്ഷയിലൂടെ പോലും ഇവയിലെ ഒരു വിവരം പോലും പുറത്തു വരില്ല. ഈ വിവരങ്ങൾ ഏതെങ്കിലും രീതിയിൽ വീട്ടിലുള്ളവർക്ക് തിരിച്ചടിയുമാകില്ല. ലിവ് ഇൻ റിലേഷൻഷിപ്പിലുള്ള ദമ്പതിമാർക്ക് അവരുടെ ബന്ധം നിലനിൽക്കുന്നതാണെങ്കിൽ വിവാഹിതരായാണ് സെൻസസിൽ കണക്കാക്കുന്നത്. സെൻസസിനായി വീട്ടിലെത്തുന്നവർ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ആദ്യമേ അറിയാം. വീട്ടിനെക്കുറിച്ചുള്ള സകല വിവരങ്ങളും സെൻസസിൽ ചോദിക്കും. വീട്ടിലുള്ളവരുടെ എണ്ണം ചോദിക്കും, കുടുംബനാഥൻ്റെ ജോലി ചോദിക്കും, വീട്ടിലുള്ള മറ്റുള്ളവരുടെ ജോലി തുടങ്ങി അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ചോദിക്കും. കുടിവെള്ളത്തെക്കുറിച്ചും ശുചിമുറികളെക്കുറിച്ചും ചോദിക്കും. വീട്ടിലെ പാചകവാത കണക്ഷൻ, ഭക്ഷണരീതികൾ, TV, ഇൻ്റർനെറ്റ്, ഫോൺ, വാഹനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ചോദ്യം വരും. സെൻസസിൻ്റെ 2 ഘട്ടങ്ങളിലും പോർട്ടലിലൂടെ സ്വയം വിവരം നൽകാം. ആ പ്രാദേശിക ഭാഷകളിലൊക്കെ വിവരം നൽകാവുന്നതാണ്. മൊബൈൽ നമ്പറും അടിസ്ഥാന വിവരങ്ങളും മാത്രം ഉപയോഗിച്ച് SC പോർട്ടലിൽ sc.census.gov.in എന്നീ പോർട്ടലിലാണ് ലോഗിൻ ചെയ്യേണ്ടത്. മാപ്പിൽ ലൊക്കേഷൻ രേഖപ്പെടുത്തിയ ശേഷം ചോദ്യങ്ങൾക്കുള്ള മറുപടി സമർപ്പിച്ചാൽ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. വീട്ടിലെത്തുന്ന എന്യൂമറേറ്റർമാർക്ക് ഈ ID യാണ് നമ്മൾ നൽകേണ്ടത്.